മാമാ എനിക്ക് ദീപാവലിക്ക് 2 ദിവസം അവധി കിട്ടും. നമുക്ക് എവിടെയും ട്രിപ്പ് പോകണം കേരള. എനിക്ക് മാത്രല്ല ഇവിടെ ബാക്കി ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത് തന്നെ. കൊള്ളാം, നല്ല പരിപാടിയാ മോളെ, നല്ല പരിപാടിയാ. എവിടെ പോകാമെന്ന് ചോദിച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ സ്ഥലമുണ്ട്. ഞാൻ കുറെ തവണ പോയിട്ടുള്ള. എവിടെ? മണകുണാലി. മണകുണാലി അല്ല, കുളുമണാലി. ഈ 2 ദിവസം പോയി എൻജോയ് വരാനാ എന്തോന്ന് മണിക്കൂട്ടാ പറയണത്? അല്ല, 2 ദിവസം മതി എളിയാ പോകാൻ. അപ്പം എന്തോന്ന് പറയുന്നത്? പോയിട്ട് ഉടനെ വരാൻ. രാവിലെ പോയാ വൈകുന്നേരം എത്തുമല്ലേ? അതാണ് എവിടെ നീ ഉദ്ദേശിച്ചത്? എന്റെ മാമൻ ഇത് മണകുണാലിയെ കുറിച്ച്, കുളുമണാലിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടാ. ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം, സൂപ്പർ സാധനമാണ്. അതൊക്കെ സമ്മതിച്ച്, പക്ഷെ ഇങ്ങേറ്റത്തുനിന്ന് അങ്ങേറ്റം വരെ എങ്ങനെ പോവും? ഫ്ലൈറ്റിൽ പോണം. ഒരു ദിവസം മതിയാ? നടക്കണ കാര്യം പറ, ഞാൻ പറയട്ടാ. 2 ദിവസമല്ലേ അവധിയുള്ളൂ. ശനി ഞായറും നിങ്ങളെ കൂടെ ചേർന്നിട്ട് കേരളത്തിനകത്ത് മൂന്നാർ പോകാൻ പറ്റിയ ടൈമാണ്. അറിയാലോ, നീലക്കുറിഞ്ഞിയൊക്കെ പൂത്തിക്കുന്ന സമയമാണ്. 12 വർഷത്തിലൊരിക്കലേ പൂക്കുള്ളൂ. ഇപ്പൊ കാണാൻ നീലക്കുറിഞ്ഞികൾ പൂത്തു ദൂരനീലഗിരിക്കുന്നിൻ മേലെ. അതൊന്നും വേണ്ട. അവിടെ ചെന്ന് 2 ഫോട്ടോ എടുക്കാന്നല്ലാതെ വേറെ എന്തോ ചെയ്യാൻ പറ്റും? അതിനല്ല എല്ലാരും സ്ഥലത്ത് പോണത്. അത് പോണ്ട, നമുക്ക് വീഗാലാൻഡ് പോവാം. അവിടെ ആകുമ്പോ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വൈബ്. വീഗാലാൻഡ് ഒന്നും വേണ്ട, നമ്മൾ പോവുകയാണെങ്കിൽ നല്ല പ്രകൃതി രമണീയായിരിക്കണം സ്ഥലം. അതെ അതെ. അപ്പൊ ഞാൻ ഒരു സ്ഥലം പറയാനാണ്. കാശി, രാമേശ്വരം, പാവനാശം, പളനി എല്ലാം കൂടെ 2 ദിവസം കൊണ്ട് പറ്റും. നിർത്ത്, ഞാൻ ഒരു ഐഡിയ പറയാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമുണ്ട് മണി, കന്യാകുമാരി പോകും. അതാകുമ്പോ അസ്തമനവും ഉദയവും ഒക്കെ കാണുകയും ചെയ്യാം. വിവേകാനന്ദ പാറയൊക്കെ ഉണ്ട്, ഏത് ബീച്ചും ഉണ്ട്. അത് കൊള്ളാം, കന്യാകുമാരി കൊള്ളാം. ശരിയാണ്, ചെലവും കുറവ്. വലിയ രാവിലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം. എന്നാലും വലിയ കുഴപ്പമില്ല. അതെ അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലം അങ്ങനെ പറയാൻ അങ്ങനെ പറ്റി. കന്യാകുമാരി ആർക്കാ മോളെ ഇഷ്ടപ്പെടാത്തത്? എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടമല്ലത്. അത് ഇഷ്ടമല്ലത്? എനിക്ക് താല്പര്യമില്ല. അത് നിനക്ക് താല്പര്യമില്ലാത്ത? നിങ്ങളൊക്കെ അങ്ങ് പോയത്. അത് മാത്രല്ല, ഈ അമ്മ ശരിയല്ല. അമ്മ ശരിയല്ലേ? അമ്മ ശരിയല്ലെന്നല്ല, അമ്മ നമ്മളോട് വരെയാണെങ്കിൽ അമ്മ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഫുഡ് എല്ലാം പാക്ക് ചെയ്യേണ്ടി വരും. അവസാനം ഇതെല്ലാം കൂടെ ചുമന്ന് കന്യാകുമാരി കൂടെ നടന്ന് അവസാനം ഞാൻ കണ്ട കടലിൽ മുങ്ങി ഞാൻ ചാവട്ടെ. ഓ, നീയൊക്കെ വല്ല കടയിൽ നിന്നും പോയി കഴിച്ച് വയറിളക്കം പിടിച്ച് കിടക്കണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുവരുമ്പം അത് കുറ്റോ? എന്റെ പൊന്നു മാമ, ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 100 അഭിപ്രായങ്ങളാണ്, വ്യത്യസ്തമായിട്ട് പറയും. ഒന്നും നടക്കൂല. അതുകൊണ്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. കേട്ടോ, അളിയന്റെ സ്ഥിരം പരിപാടിയാ. സ്ഥിരമായിട്ട് പണ്ടുപോലെയുള്ള ഇങ്ങനെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ട് ക്യാൻസൽ ചെയ്യും. എന്താ കാര്യം? കാശ് ചെലവാക്കാൻ വയ്യ, അത് മാത്രമാ കാര്യം. മണിക്കൂട്ട ഇങ്ങനെയൊന്നും പറയണ്ടേ, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുക. എന്നിട്ട് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടി, എന്നിട്ട് പറ, ഞാൻ വരാം. കുറച്ച് പണിയുണ്ട്, ഞാൻ പോണു. എവിടെ പ്ലാൻ ചെയ്താലും കൊണ്ടുപോകല്ലോ. ഓ വേറെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്. ഈ സ്ഥലം അഫ്ഗാനിസ്ഥാനി കണ്ടഹാർ. പിന്നെ കാണേണ്ടി വരില്ല. സൂപ്പർ സ്ഥലമാണ്. എങ്ങനെ പോകും? ഫ്ലൈറ്റിൽ പോണം. വേണ്ട, മിസൈലിങ് കേട്ടിങ് തൊടുത്ത് വിട്ടോളൂ. അച്ഛാ, അച്ഛൻ ഇങ്ങനെ ലാപ്പിൽ കുത്തിക്കൊണ്ടിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛ അവിടെ ഭയങ്കര ബഹളം നടക്കണം അച്ഛാ. ഓ, അവിടെ മണിക്കട്ട മകനെ അമ്മയും തമ്മില്. അതൊന്നും എനിക്കറിയാം. ഈ ട്രിപ്പിന്റെ പേരും പറഞ്ഞ തുടങ്ങിയതാണ്. ട്രിപ്പിന്റെ പേരും വഴക്കുണ്ടോ അവര്? എന്റെ പൊന്നച്ച, അച്ഛ എന്തോ വെച്ചാൽ നോയിക്കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ അച്ഛ? ഈ വീട് അവര് തലകുത്തിന് വെക്കുന്നതിന് ഒന്ന് വരൂ അച്ഛന്ന് ഇറങ്ങി പ്ലീസ്. പോത്ത് പോലെ വളർന്ന് 2 എന്നാലും പഴക്കടിച്ചോണ്ട് നടക്കും. ഇങ്ങോട്ട് വാ. ചെരുപ്പൊന്നും വേണ്ട, വാ നീ. മാമനൊരു കാര്യം അറിയോ? പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകണമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് പറയുമ്പോണ്ടല്ലോ, അച്ഛൻ എന്നെ വിടൂല. എന്തുകൊണ്ടാ കാര്യം എന്നറിയോ? ഈ ചേട്ടൻ എന്റെ അടുത്ത് പറയും, കൂട്ടം തെറ്റിപ്പോവും, വണ്ടി കൊക്കയിന്ന് വീഴും എന്നൊക്കെ. വിടൂ ആരെങ്കിലും? പിന്നെ അത് സത്യം പറഞ്ഞാല് മാമ, അന്ന് ഞാനും കുഞ്ഞു പ്രായമല്ലയോ. ആ കുഞ്ഞു പ്രായത്തിൽ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാനും ചെയ്തിട്ടുണ്ട്. അതിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? മാമനൊരു കാര്യം അറിയോ? പിള്ളേരൊക്കെ ട്രിപ്പ് പോണ ദിവസം ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എനിക്ക് അത്രയ്ക്ക് വിഷമം വരുമായിരുന്നു. അല്ല, അതിന് വേറൊരു കാര്യമുണ്ട് മാമ. അന്ന് എവള് വെച്ചിട്ട് പിരിവിരിപ്പായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ
ഞാൻ അച്ഛനോട് പറഞ്ഞ് ഈ ടൂറൊക്കെ ഇല്ലാതാക്കുന്നത്. മാമ എനിക്ക് ഒരു പിരിവിരിപ്പും ഇല്ലായിരുന്നു. എന്താണ് പ്രശ്നം എന്നറിയോ? എന്നെ വിഷമിപ്പിക്കാൻ കിട്ടണ ഒരവസരവും ഇങ്ങനെ പാഴാക്കൂലായിരുന്നു. അതായിരുന്നു സംഭവം. മാമ അങ്ങനൊന്നും അല്ല കാര്യം. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെ അത്തരം സ്കൂളിൽ നിന്ന് ടൂറിന് വിടാതിരിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല ഞങ്ങളെ എവിടെല്ലോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. എവിടെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്? എവിടെ കൊണ്ടുപോയിട്ടുണ്ട്? ഞാൻ പറഞ്ഞുതരാം. സിംഗപ്പൂർ, മലേഷ്യ, ദുബായ്, സ്വിറ്റ്സർലൻഡ്, അവിടെ ഒന്നും അല്ല. തങ്കശ്ശേരി ബീച്ച്, വർക്കല ക്ലിഫ്, പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് കാഴ്ച ബംഗ്ലാവ്. ഇങ്ങനെ പോലെ ഇരിക്കുന്ന കുറെ സാധനത്തിനെ കാണിച്ചു തരാനായിട്ട്. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, അതൊക്കെ പറഞ്ഞ് എന്തിനു വെറുതെ ആവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്റെ ബാല്യകാലത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ച മനുഷ്യൻ. എടി പെങ്ങളെ, അതെ, നിനക്ക് അങ്ങനെ അന്നത്തെ കാലത്ത് വിഷമം ഉണ്ടായെങ്കിൽ ഇന്ന് അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൊന്നളി, ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവള് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അളി എന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്. എന്ത് പണി? രവിയേട്ടാ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ട്രിപ്പ് ഒക്കെ പോണെന്ന് പറയുമ്പോ ഇങ്ങനെ കാരണം അതെല്ലാം മുടങ്ങുമായിരുന്നു. എന്നിട്ടോ ഇങ്ങനെ വലുതായപ്പോ പെട്ടിയും കിടക്കി എടുത്ത് സകലമായ സ്ഥലത്ത് കറങ്ങാൻ പോകും. എന്നിട്ട് അവസാനം നമ്മുടെ ബാല്യകാലത്ത് ചെറിയ ചെറിയ സന്തോഷം ഉണ്ടാവേണ്ട അവസരങ്ങൾ മൊത്തം നശിപ്പിച്ച് ഇന്നും ഈ വയസ്സായ കാലത്തും എനിക്ക് അത് ആലോചിച്ച് വിഷമാണ്. അതറിയും എന്റെ മണി, അതൊക്കെ പഴയ കാര്യങ്ങൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ ഇപ്പൊ അതൊക്കെ പറഞ്ഞതിന് വല്ല കാര്യമുണ്ടോ? നീ അത് വിട്. അളിയൻ പറഞ്ഞാ ശരി. അതെ, മറ്റേ ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിലേ പണ്ടത്തെ കാലഘട്ടത്തിൽ പോയിട്ട് നമുക്ക് അമ്മ ടൂർ വിടാൻ. എന്തോന്ന് ടൈം മെഷീൻ അത് എവിടെ വാങ്ങിക്കാൻ കിട്ടൂടി? അപ്പുറത്ത് മാമന്റെ കടയിൽ കിട്ടും. ഒന്നുമില്ല അവിടെ. നിനക്ക് അതൊക്കെ പറയാം. നമ്മുടെ കാര്യങ്ങളൊക്കെ വരുമ്പോ വലിയ തമാശയല്ലേ നിനക്ക്? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ? പണ്ടത്തെ കാര്യങ്ങൾ, സ്കൂളിലെ ടൂർ വിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചണങ്ങാന്ന് പറഞ്ഞോണ്ട് ചണങ്ങിക്കൊണ്ടിരിക്കാൻ. നിനക്ക് പുച്ഛമല്ലേടി? നിനക്ക് പുച്ഛം തോന്നും. കാരണം നീ ചോദിക്കുമ്പോ നിന്റെ സ്കൂളിൽ ട്രിപ്പ് വരുമ്പോഴത്തേക്ക് കാശ് എണ്ണി തന്ന് നിന്നെ പോയി സന്തോഷിച്ചോന്ന് പറഞ്ഞ് ക്യാമറയും തന്നു വിടും. നിന്നെ ഒന്ന് വിടാൻ പാടില്ലായിരുന്നു. എന്നാലേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ എന്റെ വിഷമം എന്താണെന്ന്. മനസ്സിലായാ? അതിങ്ങിത്ത മണി, നീ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അന്നത്തെ പ്രായത്തിൽ മണിക്കൂട്ടം നിന്റെ കുറച്ച് ആഗ്രഹങ്ങൾക്ക് എതിരി നിന്ന് കാണും. അങ്ങനെ അച്ഛൻ വിട്ടില്ല, അത്രയേ ഉള്ളൂ. അതൊക്കെ നീ അങ്ങ് ഇതൊക്കെ മറക്കാനും പൊറുക്കാനും ഉള്ള ഒരു കഴിവ് നമുക്ക് ദൈവം തന്നിട്ടില്ലേ? അളിയൻ ഇപ്പൊ പറഞ്ഞതാ യഥാർത്ഥ ശരി. അവന് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അവളടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് കാണിക്കുന്നത്? അതെ, അളിയൻ മാമൻ വീണ്ടും ഒരു ശരി പറഞ്ഞേ. ഞാൻ ഒരു കാര്യം പറയാം. ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോഴേ എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല, ഈ ചെയ്യുന്ന കൊണ്ട് എന്തൊക്കെ ഭവിഷ്യത്തുണ്ടാവും എന്ന് ആലോചിക്കണം. ചില പ്രവൃത്തികളെ മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് എത്ര കാലം കഴിഞ്ഞാലും മാറൂല. അതിനെപ്പറ്റി വലിയ നിശ്ചയം ആർക്കെങ്കിലും ഉണ്ടോ? എടി അതെ, പരിഹാരം ഞാൻ ചെയ്തു തരാം. പരിഹാരം ചെയ്യാം പറഞ്ഞോണ്ടിരുന്നോ? ഒരു കുന്നും ചെയ്യാൻ പോണില്ലേ? എന്റെ പൊന്നളിയാ, ഇവിടെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലായിക്കൂടെ? അങ്ങ് വഴക്ക് തന്നെ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. മണിക്കൂട്ടാ, അത് പ്രശ്നമൊന്നുമില്ല. മണിക്കൂട്ടൻ അവളുടെ സ്വഭാവം അറിയില്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കാതെ. അയ്യേ, എന്താ മണിക്കൂട്ടം എവിടെ കയറിയിരിക്കണേ? ഒന്നുമില്ല മാമ. എന്ത് ഒരു പ്രയാസം പോലെ? അങ്ങനെ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ ഒരു വിഷമം. അമ്മ പറഞ്ഞ വിഷമായ? അവള് പറഞ്ഞില്ലല്ലോ മോളെ വിഷമം. പിന്നെ ആ കുഞ്ഞുനാളിലേ അവിടെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമുണ്ട്. മണിക്കൂട്ട, കുഞ്ഞുങ്ങളുടെ മനസ്സിലെ കൊച്ചു ആഗ്രഹങ്ങളുണ്ടാകും. അത് നമ്മൾ നടത്തി കൊടുക്കണം. നടത്തി കൊടുത്തില്ലെങ്കിലേ അവരെ മനസ്സ് വേദനിക്കും. അതാണ് പറഞ്ഞത്, നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കണം. അന്നത്തെ പ്രായത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല മാമ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാങ്ങളെയാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ ധാരണ തെറ്റാണെന്ന്. അതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. അവിടെ മനസ്സിൽ ഇതുപോലെ നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതുപോലെ നീ പോയി ഒന്ന് അന്വേഷിക്കാമോ? അല്ലേ? അത് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? അല്ല മാമ, അവിടെ അത്തരം ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കാനാ. ചെയ്തു കൊടുക്കും. കൊള്ളാലേ സംഭവം. ശേ, അമ്മയെ സന്തോഷിപ്പിക്കുന്ന എന്തുണ്ടെങ്കിലും ഞാൻ മാമിനെ സപ്പോർട്ട് ചെയ്യും. നീ എന്നാ പോയി ഒന്ന് അന്വേഷിക്കാം. നമുക്ക് അച്ഛനടുത്ത് കൂടെ പറഞ്ഞല്ല? അല്ല, അച്ഛനോട് ഞങ്ങൾ സംസാരിക്കാം. ആണോ?
എന്നാ ഞാൻ പോയി അമ്മ അടുത്ത് ആ, എന്നാ നീ പോയി പറ. ഓക്കെ ആ. ശരി. എന്ത് തിന്നെ വല്ലതും വേണോ? വേണ്ടപ്പാ. വേണ്ടേ? ഉം. പിന്നെ എന്ത് വിട്ടു വന്നേ? അതെ അമ്മ, ഇങ്ങോട്ട് നോക്ക്. അമ്മയുണ്ടല്ലോ സ്കൂളിൽ നിന്ന് ടൂറ് വിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമ്മ. തന്നല്ലേ കളിയൊക്കെ വന്നായിരിക്കും. അല്ല അമ്മ, സീരിയസ് ആയിട്ടും അമ്മയ്ക്ക് ഇതുപോലെ നടക്കാതെ പോയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഇനിയും ഉണ്ടോ അമ്മ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ ഉണ്ട്, വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. ഉണ്ടാ? എന്നാ പറ പറ. നടക്കാതെ പോയ ആഗ്രഹങ്ങൾ എവിടുന്ന് തുടങ്ങും ഭഗവാനെ? പണ്ടത്തേന്ന് തുടങ്ങാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഓർമ്മ എടുത്ത് തുടങ്ങാം. പണ്ട് എനിക്ക് കുഞ്ഞു കുട്ടിയാട്ടോ, സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നീളമുള്ള നല്ല പട്ടുപാവാട ഉണ്ടല്ലോ, അതിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് പട്ടുപാവാട വെച്ച് തരൂല എന്റെ അച്ഛൻ. എന്തുണ്ടെന്നറിയോ? പട്ടുപാവാട ഇട്ടുണ്ട് നടന്ന ഞാൻ തട്ടി വീഴുന്നു. എന്നിട്ട് അവസാനം കരഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് തച്ചു തന്നു ഈ പട്ടുപാവാട. തച്ചു തന്നു. അപ്പൊ ആഗ്രഹം തീർന്നു? ആഗ്രഹം തീർന്നില്ല. എല്ലാവരും ഓണത്തിനും വിഷുവിനൊക്കെ നല്ല ഫുൾ പാവാട ഇട്ടോണ്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ലാലല്ലാന്ന് പറഞ്ഞ് നടക്കുമ്പോ ഞാനും ഇട്ടൊരു പട്ടുപാവാട, മുട്ട് വരെ ഇറക്കമുള്ള പട്ടുപാവാട. എന്നിട്ടമ്മ പിന്നെ വലിയ കുട്ടിയായപ്പോ ഇഷ്ടം പോലെ പട്ടുപാവാട ഇട്ട് ആഗ്രഹം തീർത്ത്. അന്ന് ജീൻസിന് ആഗ്രഹം ഉള്ളപ്പോ പട്ടുപാവാട വെച്ചുവരായിരുന്നു. അപ്പൊ അതും പോയി. അങ്ങനെ ആ ആഗ്രഹം പട്ടുപാവാടയുടെ കാര്യം വിടമ്മ, അത് ഇനി പറ്റൂല. ഇനി അടുത്ത പറമ്മ. കമ്പൈസ് ഉണ്ടല്ലോ, ഈ സേമിയൊക്കെ ടൈസ് കിട്ടുമായിരുന്നു പണ്ട്. നല്ല ചുവപ്പ് കളറിലെ കിട്ടും, പിന്നെ പാലിന്റെ ഫ്ലേവറിലുള്ളതുണ്ട്, പിന്നെ ഏലക്കൊക്കെ ഇട്ടതുണ്ട്, അങ്ങനെ കുറെ സാധനം കിട്ടും. മഞ്ഞ കളറിലെ മാങ്ങയുടെ ഉണ്ട്. അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി ഇറങ്ങി പൊങ്ങിണീന്ന് അടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള ഇങ്ങനെ കൊതി വരുവേ. പിള്ളേരൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ചുണ്ടൊക്കെ ചുവപ്പിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നമുക്ക് ആഗ്രഹം തോന്നില്ല ഇതേപോലെ. നല്ല ടേസ്റ്റുമാണ്. എന്നെ സമ്മതിക്കൂല. അഴുക്ക മണ്ണിലൊക്കെ ഇട്ട് ഇളക്കിയ ഐസൊക്കെ ആയിരിക്കും, മറ്റേ തോട്ടിലെ വെള്ളത്തിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതും ചടപ്പിച്ചു കളയുമായിരുന്നു. എന്നിട്ടെന്താ, ആ സാധനം ഇപ്പൊ കിട്ടാൻ പോലും ഇല്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു കഴിക്കായിരുന്നു. പിന്നെ വെളുക്കാൻ തേക്കണ ക്രീം ഉണ്ടല്ലോ, ഇപ്പൊ അപ്പുറത്തിപ്പുറത്തുള്ള വീട്ടിലെ പെൺപിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ നേരത്തെ ഈ ക്രീം വാങ്ങിച്ച് തേച്ച് നിറച്ചും പൗഡർ പൊത്തിക്കൊണ്ടേ സ്കൂളിലൊക്കെ പോകുള്ളൂ. ക്രീം ഇടാൻ സമ്മതിക്കില്ല, പൗഡർ ഇടാൻ സമ്മതിക്കില്ല. എന്നിട്ട് പിന്നെന്തോ അതങ്ങനെ പോയി. പിന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് പിള്ളേരെ കൂടെ പോകാൻ സമ്മതിക്കില്ല, പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ ചെറുത്, വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ ഇപ്പൊ പറയണില്ല. തളർന്ന് എന്റെ അമ്മേ. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടമ്മ, അമ്മ സത്യത്തില് വീടിനകത്ത് പൂട്ടിയിട്ടൊക്കെയായിരുന്ന? ഏകദേശം. കഷ്ടം തന്നെ കേട്ടോ അമ്മയുടെ അവസ്ഥ. ഇപ്പൊ മനസ്സിലായി എന്റെയൊക്കെ അവസ്ഥ. നിനക്കൊക്കെ എന്തോരം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് നിനക്കറിയോ? എന്നിട്ട് പറയണം സ്വാതന്ത്ര്യം ഇല്ല, അവിടെ വിടൂല ഇവിടെ വിടൂല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയണം. മനസ്സിലായ? നിന്നെ കഴിച്ചങ്ങ് വിട്ടേക്കാണ് ഇവിടെ എല്ലാരും. എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ശരി അമ്മ, പോട്ടമ്മ, വിഷമിക്കണ്ട. ഇതിനടി വന്ന് ഇതൊക്കെ ചോദിച്ച് ഓർമ്മിപ്പിച്ച എല്ലാം മറന്നിരിക്കണ കാര്യങ്ങളായിരുന്നു. മോളെ ചോദിച്ചോ? ചോദിച്ചു. അങ്ങ് പട്ടുപാവാട തുടങ്ങി ഇങ്ങറ്റം വരെയുള്ള ഒരു നീണ്ട ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. പട്ടുപാവാട ഈ പ്രായത്തിൽ അവക്ക് ഇനിയിപ്പൊ പട്ടുപാവാട ഞാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും? പണ്ടത്തെ ആഗ്രഹങ്ങൾ, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ പറഞ്ഞത്. അതിനകത്തുണ്ടല്ലോ നമുക്ക് ഇപ്പൊ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒറ്റ ആഗ്രഹങ്ങളില്ല. എന്ത് ചെയ്യും? അല്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അല്ലെ, സത്യം പറയ, എന്തെങ്കിലും ഒന്ന് അവക്ക് സഹായിച്ചു കൊടുത്തില്ല എന്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. സത്യം. മണിയുടെ ഒരു കാര്യം, വിഷമിക്കാതെ ഞാനേ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആരെ? മണിയെ. എന്നിട്ട് അളിയെന്നെ സംസാരിച്ചിട്ട് വാ. നടത്താവുന്ന എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഒന്ന് അന്വേഷിക്കും. എന്തായാലും വഴിയുണ്ടാവും ഇപ്പോഴത്തെ കാലാവസ്ഥയില്. വിഷമിക്കാതെ കാണും. സമാധാനപ്പെട. മണി, നീ തൂത്തോണ്ടിരിക്കുന്നോ? ഇങ്ങോട്ട് പൊടി. മണി, നിന്റെ വിഷമൊക്കെ മാറിയോ? എന്തോ വിഷമം? അല്ല, മണിക്കുട്ടൻ പണ്ടേ നിന്നെ ട്രിപ്പിന് വിട്ടില്ലല്ലോ, അതൊക്കെ പറഞ്ഞ് നീ വിഷമിച്ചില്ലേ? അയ്യേ, അതൊക്കെ അപ്പൊ പറഞ്ഞപ്പോ അങ്ങ് തീർന്നില്ലേ? ചെറിയ കാര്യങ്ങള്. എന്തോ സംഭവം എന്നറിയോ? ഞാൻ അമ്മയില്ലാതെ വളർന്നതല്ലേ. അപ്പൊ അച്ഛനും ചേട്ടനും കൂടെ വളർത്തുമ്പോ അവര് ഭയങ്കര പൊസസീവ് ആയിരുന്നു. എന്റെ കാര്യത്തിൽ ഓവർ കെയറിംഗും ആയിരുന്നു.
പക്ഷെ അത് കെയറിങ് ആണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ അടുത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങ് വിഷമോ. ഇപ്പൊ കുറെ കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിന്റെ കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇന്നൊരു ഇച്ചിരി എന്റെ മൂഡ് മാറിയത്. പറഞ്ഞപ്പോ അത് തീർന്നു. അത് തന്നെ എനിക്കും ഇതുപോലെയായിരുന്നു പണ്ടേ. ഈ കുട്ടിക്കാലത്ത് എനിക്ക് പൊറോട്ട തിന്നാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ സമ്മതിക്കൂല. അമ്മ പറയണ ഈ മൈദ മാവ് ഭയങ്കര ദൂഷണ, ഈ കുടൽ ഒട്ടിപ്പോവും, ക്യാൻസർ വരും എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുള്ള. അത് അന്ന് ഈ മൈദ മാവിനെ പറഞ്ഞത് അമേരിക്കൻ മാവാണ്. ഈ നമ്മുടെ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ഒരു സംഭവമാണ്. അമ്മ ഒരിക്കലും ഈ പൊറോട്ട തിന്നാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ദിവസം കോതി മൂത്ത് ഞാൻ നമ്മുടെ കാഞ്ഞനമാറയിലെ പൊടിയണ്ണന്റെ ചായക്കടയിൽ ചെന്ന് 2 പൊറോട്ട വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് ഇത് അമ്മ എങ്ങനെയാണ് ആരോ പോയി പറഞ്ഞു കൊടുത്തത്. വീട്ടിൽ വന്നതും മുറ്റത്ത് ഈ മടൽ വെട്ടിയിരിക്കുകയായിരുന്നു. അതിന്റെ വഴുത എടുത്ത് തലങ്ങും വിലങ്ങും അടിച്ചു, കാലൊക്കെ പൊട്ടിച്ചു ഞാൻ അടിച്ചു. എന്നിട്ട് പിന്നെ ആവും അമ്മയുടെ കാര്യം ഓർമ്മ ചിരിയും വരും. എല്ലാ കുടുംബത്തിലും ഉണ്ട് ഇതുപോലെ. പിന്നെ ഇത് ഞാൻ നേരത്തെ ഇപ്പൊ പിങ്കി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ മറ്റേ കോലൈസ് ഉണ്ടല്ലോ, ഐസ്ക്രീം കാരൻ കിണിന്ന് അടിച്ചോണ്ട് സൈക്കിളിൽ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ. വാങ്ങിച്ചു തരൂല, മറ്റേ ഓടയിലെ വെള്ളമാണെന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരി ഒരു ദിവസം ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് വെക്കാൻ കയ്യിൽ തന്നു. ഞാൻ അവിടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ നക്കിയതും ഓടി വന്ന് ഇത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് എന്നെയും വലിച്ചെടുത്തോണ്ട് പോയി അച്ഛന്റെ മുന്നിൽ കൊണ്ടിട്ട്. ആര്? മണിക്കുട്ടൻ ചേട്ടൻ. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് എനിക്ക് ഇപ്പോഴും വിഷമമാണ് കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റിയില്ല എന്നുള്ളത്. അല്ല മണി, അത് ഇപ്പോഴും നിനക്ക് ഐസ് ഇഷ്ടമാണോ? പിന്നെ കിട്ടിയാറ് കഴിക്കാത്തത് പിന്നല്ല. ഓരോരോ കൊതികള്, കൊച്ചിലത്തെ ഓരോരോ കൊതികള് നമുക്ക് മനസ്സിൽ നിന്ന് മാറൂലല്ലേ മണി. നമ്മൾ ഇനി എവിടെയെങ്കിലും പോകുമ്പോ ഐസ് കണ്ട ഉറപ്പായിട്ടും മനസ്സിൽ. ഇപ്പൊ എന്തോന്നു ഈ വയസ്സാകാലത്ത് ഇത് കൊതി പിടിച്ചോണ്ടായിരിക്കണത്? കിട്ടിയാ കഴിക്കും, അത്ര തന്നെ. അല്ലെങ്കിൽ തന്നെ അതിപ്പോ എവിടെ കിട്ടാൻ പോണു? പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ മറ്റേ ചോക്ലേറ്റ് ഐസ്ക്രീം, മറ്റേ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് മോഡേൺ സാധനങ്ങളല്ലേ കിട്ടണത്. നമ്മുടെ പഴയ സാധനമൊക്കെ കിട്ടാനാ പോണത്. ഓരോരോ കൊതികൾ കൊച്ചിലെ ഉണ്ടായതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഓർക്കണം. അതെ, ഇതൊക്കെ അടുക്കി വെച്ചോളൂ. എപ്പോഴും കാട്ടില് കുറെ ഫയലിനൊക്കെ എടുത്തിട്ട് ഒതുക്കി വയ്യേ, എനിക്ക് കുറെ പണിയുണ്ട്. വെച്ചോളാം. പെങ്ങളെ പെങ്ങളെ ആ അയ്യോ ഓ മാമാ മാമാ എന്താ ചായ വല്ലതും വേണോ? ചായ ഒന്നും വേണ്ട. വിളിച്ചേ? നീ ആ കൈ ഒന്ന് നീട്ടിക്കേ. ആര്? ഞാനാ? എന്തിന് കൈ നീട്ടടി. കൈ നീട്ടി കുറേ. വേണ്ട. എന്തുവാ നിനക്ക് കോണോ? അതെന്തുവാ? മറ്റേ ആ പാത്രം നോക്ക്. പിടിച്ചേ 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 പിടിച്ചേ. സന്തോഷമായില്ലേ? പിന്നെ ഇത് എവിടെ ഒപ്പിച്ച? ഇത് ഇടി ഈ കോലൈസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഞാനങ്ങ് നടന്നു 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 അങ്ങ് ദൂരെ പോയി ഒരു ഒരു ഹിന്ദിക്കാരന്റെ ഒരു കട ഉണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങിച്ചോണ്ട് വരിക. അത് ഇവിടെ കിട്ടൂലെന്ന് ആര് പറഞ്ഞു? ഇവിടെ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഇവിടുത്തെ ബേക്കറി കിട്ടുന്ന ഐസ്ക്രീമേ കിട്ടൂ, ഇതുപോലെ കോലൈസ് കിട്ടത്തില്ല. അതാ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വാങ്ങിച്ചോണ്ട് നിനക്കായിട്ട് കഴിച്ചു. അയ്യോ, നിങ്ങളൊക്കെ കഴിക്കുന്നില്ലേ? അല്ല, അത് പിന്നെ കഴിക്കാം. നീ കഴിക്കും. അല്ല, നിങ്ങൾ കഴിക്കാൻ ഞാൻ കഴിക്കുന്നില്ല. കുഞ്ഞുനാളിലേ നിന്നെ ഇതൊന്നും കഴിക്കാൻ ഞങ്ങള് സമ്മതിച്ചിട്ടില്ലായിരുന്നല്ലോ. അതിന്റെ ഒരു പ്രായച്ചിത്തമായിട്ട് കരുതിയാ മതി. വയറൊന്നും വേദനിക്കത്തില്ല. ഒന്നാം തരം സാധനമാണ്. അന്നത്തെ കോലൈസിനെക്കാട്ടിൽ നല്ല സാധനം ആണല്ലേ. അലിഞ്ഞു പോയിട്ടാ, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് ഇല്ലേ? സൂപ്പർ. അന്നത്തെ നമ്മുടെ കോലൈസിനെക്കാട്ടി ടേസ്റ്റ് ഇല്ലേ? ആ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞൂടല്ലോ. പറഞ്ഞല്ലോ നീ. എനിക്കും കഴിക്കാൻ തോന്നുന്നുണ്ട്. നിനക്ക് വേറെ ഉണ്ട്, നിനക്ക് വേറെ ഉണ്ട്. അല്ല വേണ്ട, അമ്മയ്ക്ക് മേടിച്ചോണ്ടല്ലേ കഷ്ടപ്പെട്ട അമ്മനെ. നീ കഴിക്കും. ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലേ. താങ്ക് യു. അലിഞ്ഞു പോയി, സ്പൂൺ ഇട്ട് കഴിക്കണം. നിനക്ക് തരാമേ? മൊത്തം നിനക്കല്ല. അയ്യോ,
അയ്യോ എന്റെ വയറ്. മണി കുറവില്ലേ മണി? ഒരു കുറവും ഇല്ല എന്റെ ദൈവമേ. ഞാൻ എത്ര പ്രാവശ്യം ബാത്റൂം പോയിന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. മോളെ നമുക്ക് നാരങ്ങയിൽ കട്ടൻ ചായ പിടിച്ചു. നാരങ്ങ കട്ടൻ ചായയിൽ നാരങ്ങ പിടിച്ചു. മരുന്ന് കൊണ്ട് വരാതിരിക്കുമെന്ന്. ബഹളം വെക്കില്ല മണിക്കുട്ടാ, മാമാ മണിക്കുട്ടാ, ഒരു തുള്ളി എന്താ പറ്റിയ എന്താ പറ്റി? എന്ത് പറ്റി? ഐസ് ഐസ് ഐസാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിങ്ങൾ. അല്ല അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ പെങ്ങളെ. അതെ, ഞാന് നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു ഹിന്ദിക്കാരന്റെ കടയിൽ നിന്നാ വാങ്ങിച്ച, നല്ല കടയിൽ നിന്ന്. ഏതോ ആക്രി ഹിന്ദിക്കാരന്റെ കടയിൽ പോയി ഏതോ വൃത്തിയുടെ സാധനം വാങ്ങിച്ചോണ്ട് എന്നെ കൊല്ലാൻ നോക്കി മനുഷ്യൻ. അല്ല പെങ്ങളെ, അതെ പെങ്ങൾ ഇന്നലെ കോഴിയിറച്ചി കഴിച്ചില്ലായിരുന്നു? കോഴിയിറച്ചി ഏത് വൃത്തിയുടെ വെള്ളത്തിലുണ്ടാക്കിയ സാധനമാണോ എനിക്ക് കൊണ്ടു തന്നത്? സ്നേഹിക്കാൻ വന്നേക്കും. എന്നാ പിന്നെ ആ കോൺ ഐസ്ക്രീം അവിടെ നല്ലായിരുന്നു വാങ്ങിച്ചത്, അതൊന്ന് കഴിച്ചു നോക്കിയാലോ? എന്റെ വായിന്ന് വല്ലതും കേൾക്കുമോ നിങ്ങള്? അല്ല യഥാർത്ഥത്തില് പെങ്ങളെ അവിടെ നിന്ന് മാറി സത്യം വൊമിറ്റിംഗ് ടെൻഡൻസി, ഫുഡ് പോയിസൺ തന്നെ. ഈ പ്രായച്ചിത്തം ചെയ്യുമ്പം ഇമാതിരി പ്രായച്ചിത്തങ്ങളൊന്നും ചെയ്തു കളയും പ്ലീസ്. മാറിയിരിക്കല്ലേ പെങ്ങളെ?